ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. കുട്ടികൾക്ക് പച്ചക്കറികളൊക്കെ കഴിക്കാൻ വളരെ മടിയല്ലേ, അപ്പോൾ അതുകൊണ്ട് പച്ചക്കറികളൊക്കെ ചേർത്തുണ്ടാക്കിയ ഒരു അടിപൊളി റൈസിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിന് ബസ്മതി റൈസൊന്നും വേണ്ട, പൊന്നി അരി കൊണ്ട് ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 10-15 അണ്ടിപ്പരിപ്പ്, ഒരു 10-20 ഉണക്ക മുന്തിരി ഒക്കെ ഒന്ന് വറുത്ത് എടുക്കണം. ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് അതിലേക്ക് മുന്തിരിക്ക ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഇനി മുന്തിരിങ്ങ ഒന്ന് വീർത്ത് വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുന്തിരിങ്ങ ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്കതൊന്ന് കോരി മാറ്റാം. മുന്തിരിങ്ങയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. കോരി മാറ്റിയതിന് ശേഷം ഇതേ പാനിലേക്ക് നമുക്ക് ഒരു സവോള നേർമയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഈ സവാളയും കൂടി ഇതിനകത്ത് നന്നായിട്ട് വറുത്തെടുക്കണം. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ വറുത്തെടുക്കുമല്ലോ, അതുപോലെ ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരുപാട് കരിഞ്ഞു പോകരുത്. കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. ഇനി ഇത് ആ പാത്രത്തിലിരുന്ന് തന്നെ ഒന്ന് കുറച്ചും കൂടെ കളർ ചേഞ്ചായി വരും കേട്ടോ. അതുകൊണ്ട് ഈ സമയത്ത് തന്നെ നമുക്കിത് കോരി മാറ്റണം. എല്ലാം കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് തന്നെ നമുക്കൊരു കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കഷ്ണം പട്ടയും, ഒരു 4 ഏലക്ക, ഒരു 3 ഗ്രാമ്പു ഇത്രയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടെ ഒന്ന് പൊട്ടി വരട്ടെ. ഒരു ബേ ലീഫും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ബേ ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒന്ന് പൊട്ടി വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 8-10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തത്. ആ വെളുത്തുള്ളി ഒന്ന് ചുമന്ന് വരുന്ന സമയത്ത് ഒരു സവാള അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 5 പച്ചമുളക് കൂടി ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് മൂത്ത് വരികയൊന്നും വേണ്ട. വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 8 ബീൻസ് എടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്യാബേജും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്രയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചക്കറികളൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പുകൂടി ചേർക്കാം. ഉപ്പുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വേവിക്കണം കേട്ടോ. അതൊക്കെ ഒന്ന് വഴന്ന് വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒരു 5 മിനിറ്റ് നേരത്തേക്കൊന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ മൂടി വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സമയം ഞാൻ തുറന്ന് നോക്കി. എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് സോയാ സോസും ചേർക്കണം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ സോയാ സോസുമാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സോയാ സോസ് ഒരുപാട് കൂടിപ്പോകാൻ പാടില്ല കേട്ടോ. കൂടുകയാണെങ്കിൽ ഒരു കയ്പ്പ് തോന്നുന്നതുകൊണ്ട് കുറച്ചൊഴിച്ചു കൊടുത്താൽ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറുണ്ടല്ലോ, പൊന്നി റൈസിൻ്റെ ചോറ്, ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് തട്ടിയാൽ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല. കുറേശ്ശെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെജിറ്റബിളും ചോറും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ചോറെല്ലാം
ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും മല്ലിയിലയൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ ഇവിടെ മല്ലിയില എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ചേർക്കുന്നില്ല. ഞാൻ പച്ചമുളക് ചേർത്തത് കൊണ്ട് 5 പച്ചമുളക് ചേർത്തു, അതുകൊണ്ട് ഞാൻ കുരുമുളകിൻ്റെ പൊടിയും ചേർക്കുന്നില്ല. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോള, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചൊരു 5 മിനിറ്റ് ഒന്ന് സിമ്മിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ആവിയേറ്റിയെടുക്കണം. അപ്പോൾ ഇനി ഇതിന് മൂടി വെച്ച് കൊടുക്കാം. തീ സിമ്മിലാക്കി കൊടുക്കാം. സിമ്മിലാക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ള റൈസാണ്. ഇതിൻ്റെ കൂടെ ഒരു സാലഡും ഒരു അച്ചാറും ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.